ഹലോ ഗായ്സ്, ഇപ്പം നമ്മുടെ കുഞ്ഞു തോട്ടത്തിലെ തക്കാളികളും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് പറിക്കാമെന്ന് കരുതി ഞാൻ തോട്ടത്തിൽ പോയിട്ട് അപ്പോൾ നിറയെ തക്കാളി പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറയെ പച്ച തക്കാളി ആയിരുന്നു, കുറേ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വേറൊരു ഇനം തക്കാളി കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ, അത് ഇപ്പുറത്ത് നന്നായിട്ട് നമ്മുടെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. മറ്റേതുപോലെ തന്നെ മൊത്തം പഴുത്തിട്ടില്ല, ചിലതൊക്കെ പഴുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കാണാം തക്കാളി ഇങ്ങനെ പറിച്ച അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നിറയെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് തക്കാളി തൈ കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുമ്പളങ്ങൻ്റെ തൈയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ കൈപ്പങ്ങ, ഇതാ നമ്മുടെ ചീനാപ്പരങ്കയാണ് കേട്ടത്. നല്ല എരിവാണ് കേട്ടത്, നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഇതാ നിറയെ കായ്കളുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ തക്കാളി ഉണ്ട്. അപ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറിച്ചെടുക്കാം. നമുക്ക് നന്നായി തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. 2-3 കറിക്കുള്ള തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു തക്കാളി ആക്കുന്നത്. ഇത് എത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വെണ്ടക്ക പറിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ തൈയാണ്, ഇപ്പോൾ തന്നെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ബാക്കിലൊക്കെ നമുക്കൊന്ന് പറിച്ചു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാൻ നോക്കാം. കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകളാണ്, പക്ഷേ ഇതെല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല വെണ്ടക്ക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈതനങ്ങ എന്ത് ചെയ്യാം, പറിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ഫസ്റ്റത്തെ കായ്ഫലമൊക്കെ നന്നായിട്ട് വലുതായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ലാസ്റ്റ് ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ചെറുതായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു വൈദ്യുതി നമുക്ക് പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത് അവിടെ ഉണ്ട് ഒരു വഴുതനങ്ങ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു കൈപ്പങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. വള്ളി നിറയെ പൂക്കളുണ്ട് കേട്ടോ ഈ വഴുതനങ്ങ അതിൽ വള്ളിയിൽ. എന്താ ചില പൂക്കളൊക്കെ ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെയും ഒരു വഴുതനങ്ങ ഉണ്ട്. അത് ശരിക്ക് വലുതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാതും പറിച്ച് കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇതാ വഴുതനങ്ങയും തക്കാളിയും വെണ്ടയ്ക്കൊക്കെ പറിച്ച് കഴിഞ്ഞു. തക്കാളിയൊക്കെ നന്നായിട്ടുണ്ട്. വഴുതനങ്ങയും എല്ലാതും നല്ല കറിക്ക് പാകമായതാട്ടോ. വേറൊരു വീഡിയോ ആയിട്ട്